ആ നീ എന്താ അമ്പലത്തിലേക്ക് വരാഞ്ഞ്? ഞാൻ വന്നപ്പോഴേക്ക് അമ്മ പോയി. സത്യ പ്രസാദം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. ആ വൈകുന്നേരം പാർട്ടി ഉണ്ട്, നീ ഉണ്ടാവണം എല്ലാത്തിനും. ഓ അതെ, നറുക്ക് വീണത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, എന്താ പ്രോബ്ലം? പ്രേമത്തെ കുറിച്ചൊരു സംശയം ചോദിക്കാനാ. ഇത് ചോദിക്കാനാണോ നറുക്കിട്ടത്? അതിന് ഞാൻ പ്രേമത്തിന്റെ എക്സ്പേർട്ട് ഒന്നും അല്ലേ. ആണെന്നാണല്ലോ ദൈവം പറഞ്ഞത്, അല്ലെങ്കിൽ സത്യക്ക് തന്നെ നറുക്ക് വീഴുവോ? ദൈവം പറഞ്ഞാ പിന്നെ അതിന് അപ്പീലുണ്ടാവില്ലല്ലോ അല്ലേ? ഒക്കെ പോയി. കാര്യം പറഞ്ഞില്ലല്ലോ. പറയാം, കേക്ക് കൊടുത്തിട്ട് ഇപ്പൊ പറ. പറയാമേ, പറഞ്ഞിട്ട് പോയാ മതി. ഒരു ദിവസം ഞാൻ കോളേജ് വിട്ട് വരികയായിരുന്നു. കാറില്ലാത്തോണ്ട് ബസ്സിലാ വന്നത്. ബസ് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് മഴ. ഞാൻ ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ ചെന്ന് നിന്നു, മഴ കൊള്ളാതിരിക്കാനേ. എന്നിട്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഓടി അങ്ങോട്ട് വന്നു. ചെറുപ്പക്കാരനോ? എന്തിനു? അത് മനസ്സിലായില്ലേ, മഴ നനയാതിരിക്കാൻ. എങ്ങനെ ആള്? കണ്ടാൽ എങ്ങനെ? കണ്ടാൽ ദേ സത്യപോലെ തന്നെ. എന്താ ഇവിടെ നിൽക്കണേ? ഭക്ഷണമൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യം കഴിച്ചോളൂ. ഈ തിരക്കിനിടയിൽ ആരും അറിയാൻ പോണില്ല. അയ്യോ, ബാക്കി കഥ പറ. പിന്നെ പറയാം. പിന്നെയല്ല ഇപ്പൊ പറയാമേ. പറ. ചെറുപ്പക്കാരൻ ആകെ നനഞ്ഞിരുന്നു. ഷർട്ട് അഴിച്ച് പിഴിയാൻ തുടങ്ങുമായിരുന്നു അയാൾ. പെട്ടെന്നല്ല കണ്ടത്, അയാളൊന്നും മടിച്ചു. അപ്പൊ ഞാനൊരു കണ്ണുപൊട്ടിയെ പോലെ അഭിനയിച്ചു. എന്തിന്? വെറുതെ. വെറുതെ ആവില്ല, അയാള് ഷർട്ട് അഴിക്കുന്ന കാണാനാവും. ഓ, ആണെങ്കി ആണെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു, ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, ആരാ? ഞാനാ. എന്താ വേണ്ടേ? എന്താ വേണ്ടിയെന്ന്? ഒന്നും വേണ്ട. പിന്നെ ആരാ വിളിച്ചത്? ആരും വിളിച്ചില്ല. എന്നാ അവിടുന്ന് അവിടെ ആരും വിളിച്ചില്ല. എന്നാ ഇവിടുന്ന് അങ്ങോട്ട് പോകും. ഹലോ, അവിടുന്ന്. എന്താ ഇതെവിടെ പണിയല്ലേ? അവന്റെ ഉണ്ട്. അമ്മേ, ദാഹിച്ചു നിൽക്കോ? ഏയ്, ദാഹമൊന്നുമില്ല. കഥ മുഴുമിപ്പിച്ചില്ലല്ലോ. ഇത് കഴിക്കേ, എന്നിട്ട് പറയാം. എനിക്ക് വേണ്ട കോള. എന്നാ കഥ കഴിക്കേ. ഡ്രസ്സൊക്കെ കഴിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഏയ് ഞാൻ കണ്ണുപൊട്ടിയല്ല. ആ മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ചമ്പിട്ട് കള്ളു കുടിച്ച ഓപ്പയെ പോലെ. പിന്നെ പലപ്പോഴും കണ്ട അയാളെ. ഇപ്പോഴിപ്പോഴായിട്ട് കാണാതിരിക്കാൻ വയ്യാന്നൊരു തോന്നല്. ഇത് പ്രേമമാണോ? നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോഴേ സംഭവം മനസ്സിലായി. എന്നെ ഇഷ്ടമാണെങ്കിൽ നേരിട്ടൊക്കെ പറഞ്ഞാ പോരെ. പിന്നെ ഒരു മോഹം.
വേറൊരാളുടെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അതെ എന്നാ പിന്നെ ഞാനിപ്പോ പറയട്ടെ എല്ലാരോടും. എന്താ പ്രശ്നം? താനാരാ? താനാരാ എന്താ പ്രശ്നം? ഞാൻ ഒപ്പ. അപ്പൊ ഞാനോ? സത്യ അല്ല. അതെ ബോംബെയിലെ ഭാനുമതി സിൻഹയുടെ ഹസ്ബൻഡ്, ഫാദർ, സൺ. അല്ല മകൻ. പാട്ടുകാരൻ. എന്നൊരു പാട്ട് പാടൂ. എന്താല്ല കള്ളറങ്ങൂ. അടിയോടി പിടിച്ചു കൊണ്ടുപോ. കഥ പറയാം. കഥ പറയാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. തന്നെ കാണാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇന്നലത്തെ തന്റെ പ്രകടനം മാഡത്തിന് വളരെ ഇഷ്ടായിട്ടോ. ആണോ? തനിക്ക് എന്തൊരു ചുറൂറൊക്കെന്നാ മാഡം ചോദിക്കണേ. അതെയോ? വേഗം പോയി അങ്ങോട്ട് മാപ്പ് പറയാ. താൻ വന്നു കയറി എന്നെ പാട്ടുപാടി ബഹളം ഉണ്ടാക്കിയത് പോലെ അല്ലേ ഇത്? സംഗതി സീരിയസാ. 17-ാം തീയതിക്കല്ലേ റെക്കോർഡിംഗ് തിയേറ്റർ പറഞ്ഞിട്ടുള്ളത്. മറക്കണ്ട, അതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം. ശരി അമ്മ. കപ്പാസിറ്റി വളരെ കുറവാണല്ലേ? കണ്ടില്ലേ മുഖം ഒരിത്തിരി അകത്ത് ചെന്നതിന്. ഇവൾക്ക് കുറച്ച് കുറുമ്പ് കൂടുതലാണല്ലേ? ചെവിക്ക് പിടിച്ച് നല്ലൊരു പിച്ചു കൊടുക്കും. മനസ്സിൽ വെറുതെ ഓടണ്ട. അവിടെ നിൽക്കാൻ. ആരാ ഉമ്മ തന്നത്? ഹലോ. ഹലോ. നീ ഫോൺ മാറ്റി ഇവിടെ നിൽക്കായിരുന്നോ? ഞാനിത് എവിടേക്ക് അന്വേഷിച്ചു. അത് ഓപ്പയ്ക്ക് തരിക. കുറച്ച് പാർട്ടീസിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെൺകുട്ടികൾ ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. ഇത്രയും ഓപ്പയ്ക്ക് പറയാനുള്ളൂ. ഒപ്പയ്ക്കുള്ളൂ. എവിടുന്ന? അതെ, ഫോൺ ചെയ്യാനാണെങ്കിൽ അങ്ങ് ചെയ്താ പോരെ. വെറുതെ ഇതിനെ കട്ട് ചെയ്യുന്നു. എനിക്കിപ്പോ തന്നെ കിട്ടിയാണ്. ഓടയിൽ വീണോ? കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ചു. വല്ലാത്ത ഉഷ്ണം. ഇപ്പൊ കുറവുണ്ടോ? ആട്ടെ, എവിടെ പോയി ബാക്കിയെല്ലാരും? ഒരു സാബ്ജന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയുടെ കച്ചേരി ഉണ്ട്. താൻ പോയില്ലേ? പോയെങ്കിൽ പിന്നെ ഇവിടെ കാണുവോ? ഞാനൊരു നുണ പറഞ്ഞു, പനിയാന്ന്. നുണ പറഞ്ഞതാ, പനിയൊന്നുമില്ല. എനിക്കിഷ്ടമല്ല അവരുടെ പാർട്ടികള്. അതെന്താ? ഇവിടുത്തെ പാർട്ടികൾ തന്നെയല്ല അതും. ഇന്നാള് സുഭദ്രാമ്മയുടെ ബർത്ത്ഡേ പാർട്ടി നടന്ന പോലെ. ഏയ്, ഇത് ഭയങ്കര ജാടയാന്നേ. ഫോർമാലിറ്റീസ്, റിച്വൽസ്. ഇരിക്കുന്നതിനും നടക്കുന്നതിനും സംസാരിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും പച്ചവെള്ളം കുടിക്കുന്നതിന് പോലും ഫോർമാലിറ്റീസ്. ഹലോ, താങ്ക് യു, എക്സ്ക്യൂസ് മീ. പരമ ബോറാ. അതെ, ഈ ജാടകളും ഫോർമാലിറ്റീസും ഒന്നും ഇല്ലാത്ത പാർട്ടികളും ഉണ്ട്. ഉവ്വ്, ബോംബെയിലെ പാർട്ടികൾ ഇതിലും ബോറാ. ഞാൻ കേട്ടിട്ടുണ്ട്. ബോംബെയിലല്ല, ബോംബെയിലെ സത്യചന്ദ്രൻ.
പ്രശസ്ത ഗസൽ ഗായികയായ ഭാനുമതി സിൻഹയുടെ ഏക മകൻ. എങ്ങനെയാ ഇവിടെയുള്ള ഇവരെയൊക്കെ ഇത്ര അടുത്തറിയുക അല്ലേ? എന്ന് വെച്ചാൽ സത്യേന്ദ്രൻ എന്നൊരാളില്ല. ഞാൻ ചാർലിയാണ് മനസ്സിൽ. ഇവിടുത്തെ തെരുവുകളിൽ ആടിയും പാടിയും സർക്കസ് കളിച്ച് നടക്കുന്ന ഒരു അനാഥൻ. ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പ്രാരാബ്ദങ്ങളുമുള്ള വെറും ഒരു സ്ട്രീറ്റ് ബോയ്. അതെ, മാനസിയുടെ അച്ഛൻ എന്നെ കൊണ്ട് അയച്ചത് പാട്ട് പഠിക്കാനെന്നും പറഞ്ഞു. 1000 വട്ടം ഞാൻ കരുതിയതാ ഈ സത്യം നിങ്ങളോടൊക്കെ തുറന്നു പറയണമെന്ന്. പക്ഷേ ഓരോ തവണയും 5 മുഖങ്ങൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. ഒരു കണ്ണുകൊട്ടി പെണ്ണിൻ്റെയും 4 അനാഥ കുട്ടികളുടെ. അവർക്ക് വേണ്ടിയാ, അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ. ഇനി ശിക്ഷ എന്താന്ന് വെച്ചാൽ വിധിക്കാം. തയ്യാറ് അനുഭവിക്കാൻ. നിർത്ത്. മാനസി, ഇവിടെ വാ. മാനസി, എന്താ നിനക്ക് പറ്റിയത്? എന്താ ഒന്നും മിണ്ടാത്തത്? നാം ഇറങ്ങിപ്പോയ നിന്റെ താളവും ചൂടും ഒരിക്കലും തെറ്റാറില്ലാത്ത നിനക്ക് ഇപ്പൊ എന്ത് സംഭവിച്ചതാ ഞാൻ ചോദിക്കുന്നത്? ഒന്നുമില്ല, ഒന്നുമില്ലമ്മേ. ഉവ്വ, എന്തോ ഉണ്ടായിട്ടുണ്ട്. നോക്ക്, നുണ പറയാനാണ് തീരുമാനിച്ചതെങ്കിൽ അതെങ്കിലും പറ. എനിക്കൊന്നുമില്ല. ഞാനൊരു മണ്ടിയാണെന്ന് വിചാരിച്ചോ നീ? ഇന്ന് നീ ചെയ്ത മൂവ്മെന്റ്സ് മുഴുവൻ താളം പിഴച്ചതാ. നിന്റെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു. മാനസി, നിന്റെ ഓരോ ചലനത്തിന്റെയും അർത്ഥം ഈ അമ്മയ്ക്ക് മനസ്സിലാവും. സംഗീതവും നൃത്തവും തപസ്സാണെന്ന് മറന്നുപോയോ നീ? അതോ ഇതിന് ഇത്രയൊക്കെ മതിയെന്ന് അഹങ്കാരം വന്നുപോയോ നിനക്ക്? ചുവടും നിലയും തെറ്റാൻ മാത്രം എന്ത് അത്യാവത്താ എന്റെ മോക്ക് സംഭവിച്ചത്? നിങ്ങൾ കരുതിയാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഈ പാടുപെടുന്നത്, അറിയോ നിനക്ക്? അമ്മയുടെ സംഗീതത്തിന് ഇത്രയൊക്കെ മതിയെന്ന് നിശ്ചയിക്കാൻ മാത്രം നീ വളർന്നുവെങ്കിൽ ഒക്കെ നിർത്താൻ ഞാൻ. മതിയോ? അതുകൊണ്ട് തൃപ്തിയാവോ എന്റെ മോക്ക്? കുട്ടിക്കാലത്ത് ഉമ്മയുടെ അമ്മ പറയാറുണ്ടായിരുന്നു, നീ ഒരു മണ്ടനാന്ന്. ശാപവാക്കായിട്ടല്ല, വാത്സല്യം കലർന്ന താക്കീതായിട്ട്. മണ്ടത്തരങ്ങൾക്ക് പിന്നാലെ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, തെറ്റുകൾക്ക് പിന്നാലെ തെറ്റുകൾ. ഇപ്പോ മാനസികം മനസ്സ് പതറി. അമ്മ വല്ലാതെ വഴക്ക് പറഞ്ഞു അല്ലേ? അല്ലെങ്കിൽ അനാഥനായി ജനിച്ച് തെരുവിൽ വളർന്ന് ആൾമാറാട്ടം നടത്തി ഇവിടെ എത്തിയിട്ട് മനസ്സിന്റെ മനസ്സിൽ കയറാൻ എന്തർഹതയാ, എന്തവകാശം? ചാർലി, ഇനി എന്തിനാ ആൾമാറാട്ടക്കാരന്റെ പേര് അല്ലേ? പറഞ്ഞോണ്ട് വന്നത് എന്താന്ന് മനസ്സിലായി. ചാർലി ആരാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ അപ്സെറ്റ് ആയിന്ന് അല്ലേ? ഉമ്മയുടെ അമ്മ പണ്ട് പറഞ്ഞത് നേര് തന്നെയാവും, ചാർലി ഒരു മണ്ടനാന്ന്. ഒരു കാര്യം ചോദിക്കട്ടെ,
നേരെ തിരിച്ചായിരുന്ന അവസ്ഥയെങ്കില് ചാർലി എന്ത് ചെയ്യുമായിരുന്നു? എന്ന് വെച്ചാ ചാർലി ഈ വീട്ടിലെയും ഞാൻ ആരോരും ഇല്ലാത്തോളായിരുന്നു വെച്ചാല്. ചാർലി പറയുന്ന ആ അമ്മയില്ലേ, ഉമ്മയുടെ അമ്മ, അവരെ എനിക്ക് ചാർലിയെ തന്നതെന്ന് തോന്നുന്നു. ഇനി അത് തിരിച്ചെടുക്കാൻ ആ അമ്മയ്ക്ക് പോലും കഴിയില്ല ചിലപ്പോ. ഞാൻ എന്റെ മനസ്സ് തന്നത് ചാർലിക്കാ. തെരുവിൽ നിന്നോ മാളികയിൽ നിന്നോ വന്നത് എന്ന് നോക്കിയിട്ടല്ല. സനുചേച്ചിയും വിജയനെയും ഉപദേശിച്ച് നടന്നപ്പോ എനിക്കറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നിശ്ചയിക്കണേ നമ്മളല്ല, ഈശ്വരനാന്ന്. ഈശ്വരനും ചിലപ്പോ തെറ്റുപറ്റും. ഇല്ല, ഇക്കാര്യത്തിൽ തെറ്റുപറ്റില്ല, എനിക്കുറപ്പാ.